കേവലം ചെറിയൊരു ശബ്ദമുണ്ടാക്കിയാൽ പോലും മരണം സംഭവിക്കുന്ന ഒരു സ്ഥലം. ഒരു മൊട്ടുസൂചി പോലും വീഴാതെ അത്രയധികം കരുതലോടുകൂടി ആയിരിക്കേണ്ട ഒരു അന്തരീക്ഷം. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ കുട്ടി ഉൾപ്പെടെ ഒരു കുടുംബം മുഴുവൻ താമസിച്ചാൽ എങ്ങനെയുണ്ടാവും? പറഞ്ഞു വരുന്നത് സിനിമാ പ്രേമികൾക്കിടയിൽ വേറിട്ടൊരു അനുഭവം സമ്മാനിച്ച എ ക്വയറ്റ് പ്ലേസ് എന്ന ചിത്രത്തെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട്. ിൽ ജോൺ ക്രാസിൻസ്കിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഹൊറർ ത്രില്ലർ ചിത്രമാണ് എ ക്വയറ്റ് പ്ലേസ്. സ്കോട്ട് ബെക്കും ബ്രയൻ വുഡും ചേർന്ന് വിഭാവനം ചെയ്ത കഥയിൽ നിന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അങ്ങേയറ്റം ശ്രവണശേഷിയുള്ള അന്ധരായ അന്യഗ്രഹ ജീവികൾ വസിക്കുന്ന ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകത്ത് അതിജീവനം നടത്താനും മക്കളെ വളർത്താനും പാടുപെടുന്ന അച്ഛന്റെയും അമ്മയുടെയും കഥയാണ് ക്വയറ്റ് പ്ലേസ് എന്ന സിനിമ പറയുന്നത്. ഓരോ ചുവടുകളും ഓരോ ശ്വാസങ്ങളും പോലും അങ്ങേയറ്റം ജാഗ്രതയോടുകൂടിയായിരിക്കണം. ഇവർ നേരിടുന്നത് അങ്ങേയറ്റം ശ്രവണശേഷിയുള്ള അന്ധരായ അന്യഗ്രഹ ജീവികളെയാണ്. ചെറിയൊരു ശബ്ദമുണ്ടാക്കിയാൽ പോലും കിലോമീറ്ററുകൾ അകലെ നിന്ന് വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇവയ്ക്ക് സാധിക്കും. ചിത്രത്തിന്റെ സംവിധായകനായ ജോൺ ക്രസിൻസ്കിയും തന്റെ ഭാര്യയായ എമിലി ബ്ലണ്ടും തന്നെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ അമ്മ ഗർഭിണിയാണ്. ഒരു കുഞ്ഞു വന്നു കഴിയുമ്പോൾ ആ ശബ്ദം അവിടെ എങ്ങനെ തടയുമെന്ന ചോദ്യം ഏവരിലും ഭയം ഉളവാക്കുന്നതാണ്. സാധാരണ ഹൊറർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി തുടക്കം മുതൽ അവസാനം വരെ വളരെ ചുരുക്കം ഡയലോഗുകൾ കൊണ്ട് പ്രേക്ഷകനെ ഭയത്തിന്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നു. വേൾഡ് ക്ലാസ് സൗണ്ട് ഡിസൈനിങ്ങും CGI വർക്കുകളും സിനിമാറ്റോഗ്രഫിയും എല്ലാം കൂടി ചേരുമ്പോൾ പ്രേക്ഷകനും കഥാപാത്രത്തിനോടൊപ്പം ആ ഒരു ലോകത്തിലേക്ക് ചേരുന്നു. ചിത്രത്തിൽ ഏവരെയും ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും മുൾമുനയിൽ എത്തിച്ച് ഏവരും ശ്വാസമടക്കി പിടിച്ചു കണ്ട ഒരു സീനായിരുന്നു അമ്മയുടെ പ്രസവം. ചിത്രത്തിന്റെ ഗംഭീരമായ വിജയത്തിന് ശേഷം പിന്നീട് ഇതിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എ ക്വയറ്റ് പ്ലേസ് 2 എന്ന ചിത്രവും 2024 പ്രീക്വൽ സിനിമയായിട്ടുള്ള ഡേ 1 എന്ന ചിത്രവും പുറത്തിറങ്ങി. ചിത്രത്തിൽ കേൾവിശക്തിയില്ലാത്ത മകളായി അഭിനയിച്ച ചാർലി എന്ന കഥാപാത്രം റിയൽ ലൈഫിലും കേൾവിശക്തിയില്ലാത്ത ഒരു പെൺകുട്ടി തന്നെയാണ്. സോ ക്വയറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കാണാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ക്വയറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ക്വയറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. സോ കാണാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. Until then, it's me Jaswin from Secret Book signing off.